ഞാൻ ദാസൻ പെർവശ്ശേരി. ഏകദേശം 30 വർഷത്തോളമായി ഞാൻ ഈ ഔഷധ ചെടികൾ പരിപാലിക്കുകയും നട്ടുവളർത്തുകയും അത് ആവശ്യക്കാർക്കൊക്കെ വിതരണം ചെയ്യുകയും അതിനെ സംബന്ധിച്ചുള്ള ക്ലാസ്സുകൾ എടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഞാൻ 18 ലക്ഷത്തോളം ഔഷധ സസ്യങ്ങൾ സൗജന്യമായി നൽകിയിട്ടുണ്ട്. 10,000 മേലെ ക്ലാസ് എടുക്കാനും എനിക്ക് കഴിഞ്ഞു. പരിസ്ഥിതി അവാർഡ്, അതുപോലെ തന്നെ ഹരിത കേരള മിഷൻ്റെ ആദരവ് തുടങ്ങിയവയൊക്കെ ഞാൻ ഏറ്റുവാങ്ങുകയുണ്ടായി. കണ്ണൂർ ജില്ലാ പഞ്ചായത്തും മടക്കാട് ബ്ലോക്ക് പഞ്ചായത്തും പെർളശ്ശേരി പഞ്ചായത്തും എന്നെ ആദരിച്ചിട്ടുണ്ട്. ഈ ജൂൺ 5 പരിസ്ഥിതി ദിനം എന്ന രീതിയിൽ 10ഓളം ക്ലാസ്സുകൾ ജൂൺ 5 അതിന് മുമ്പിലും പിന്നിലുമായിട്ട് ഞാൻ എടുക്കാൻ ഏറ്റിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇവിടെ ഒരു 5,000-6,000 ഔഷധ സസ്യങ്ങൾ വിതരണത്തിന് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് ആളുകൾ എത്തിക്കുക എന്നുള്ളത് എൻ്റെ കടമ. അതുപോലെ തന്നെ ഔഷധ സസ്യങ്ങളും മറ്റുമായിട്ട് ബന്ധപ്പെട്ട് 5 പുസ്തകങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അത് ഒന്ന് ഔഷധ സസ്യങ്ങൾ നാട്ടറിവ് എന്നുള്ള 1-2 വോള്യം, പിന്നെ മലബാറിലെ തേക്കാഴ്ചകൾ എന്നുള്ളത്, പിന്നെ ഇലിയറിവുകൾ എന്നുള്ളത് സംബന്ധിച്ച്, പിന്നെ മൗലക്കാവ് ഐതിഹ്യങ്ങളെന്ന് സംബന്ധിച്ച്. അതിൽ ആദ്യം പറഞ്ഞ 3 പുസ്തകങ്ങൾ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ നടത്തിയ വായനാ മത്സരത്തിൻ്റെ പുസ്തകമായി തിരഞ്ഞെടുക്കുകയുണ്ടായി. ചിറ്റമൃത് എന്നുള്ളൊരു ചെടിയാണിത്. ചിറ്റമൃത് 3 തരമുണ്ട്. ഇത് മുള്ളൻ ചിറ്റമൃതാണ്. ചിറ്റമൃത് വേറെയുണ്ട്. അതുപോലെ തന്നെ ചിറ്റമൃത് നട്ട് വേറെ ഒന്നുണ്ട്. ഇത് സാധാരണ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ബുദ്ധിവികാസത്തിന് വേണ്ടി ഇത് പശുനെയും കൂട്ടി കുട്ടികൾക്ക് കൊടുക്കും. അതുപോലെ തന്നെ പ്രമേഹ രോഗ നിവാരണത്തിന് വേണ്ടി ഇതിൻ്റെ തടിച്ച വള്ളി മുറിച്ചെടുത്ത് മേലത്തെ തോല് ചെത്തി മാറ്റി നെയ്യുമായി ചേർത്ത് ദിവസേന ഓരോ ടീസ്പൂൺ വീതം കഴിച്ചാൽ എത്ര വലിയ പ്രമേഹമായി കഴിഞ്ഞാലും അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. കാട്ടിൽ വളരുന്ന ഒരിടത്തരം വൃക്ഷമാണ് അണലിവേഗം എന്നുള്ളത്. ഈ അണലിവേഗം നമ്മൾ ഇവിടെ നട്ടുവളർത്തി കഴിഞ്ഞാൽ ഈ ഭാഗത്ത് പാമ്പ് വരില്ല. ആദിവാസികളൊക്കെ തന്നെ അണലിവേഗത്തിൻ്റെ ഇല പറിച്ച് മടിയിൽ വെച്ച് കാട്ടിലോട്ട് പോകും. അണലിവേഗത്തിൻ്റെ സമീപത്ത് പാമ്പുകൾ എത്തിച്ചേർന്നാൽ അത് മരിച്ചു പോകുമെന്നാണ് പറയുന്നത്. അത് എത്രത്തോളം യാഥാർത്ഥ്യമാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ലെങ്കിലും പാമ്പിനെ അകറ്റാൻ ഏറ്റവും നല്ല ഒറ്റമൂലിയാണ് ഈ പറയുന്ന അണലിവേഗം എന്ന ചെടി. ഇത് ശംഖുപുഷ്പം. ശംഖുപുഷ്പം 3 തരത്തിലുണ്ട്. ഒന്ന് നീല ശംഖുപുഷ്പം, മറ്റൊന്ന് വെള്ള ശംഖുപുഷ്പം, പിന്നെ ഒന്ന് മഞ്ഞ നിറത്തിൽ കാണുന്ന ശംഖുപുഷ്പം. ശംഖുപുഷ്പത്തിൻ്റെ ഔഷധ ഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ വേരാണ്. വേര് കിളച്ചെടുത്ത് അത് നല്ലവണ്ണം അരച്ച് പശുനെയിലോ തേനിലോ കൂട്ടി കുട്ടികൾക്ക് കൊടുത്താൽ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിൻ്റെ പൂക്കൾ പറിച്ചെടുത്ത് വെള്ളം തിളപ്പിച്ച് ചായയായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ പ്രമേഹം, കൊളസ്ട്രോൾ എന്നിവ സൂക്കേട് മാറ്റാനും ഈ നീല ശംഖുപുഷ്പം ഉപകാരപ്പെടും. പേരാണ് മക്കോട്ട ദേവ എന്നുള്ളത്. ഇത് മലേഷ്യ, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിലാണ് കണ്ടുവരുന്നത്. ഇപ്പോൾ അടുത്തായിട്ട് നമ്മൾ കേരളത്തിലെത്തിയൊരു പരദേശ ഔഷധ ചെടിയാണിത്. ഇപ്പോഴിത് പൂത്തു നിൽക്കുന്ന പൂവുകൾ ഇതിൽ കാണാൻ പറ്റും. ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതിന് ചെറിയ തക്കാളിയുടെ വലിപ്പത്തിൽ ഇതിൻ്റെ ഫലം ഉണ്ടാവും. തക്കാളിയെപ്പോലെ തന്നെ നല്ല ചുവപ്പ് നിറം വെക്കും. ആ സമയത്ത് പറിച്ച് ചെറുതായി ചെത്തി ഉണക്കി 2 ചീള് വീതം ഇട്ട് വെള്ളം തിളപ്പിച്ച് അത് കുടിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ, അതുപോലെ തന്നെ പ്രമേഹം എന്നീ സൂക്കേട് മാറ്റാൻ പറ്റും. മക്കോട്ട ദേവ എന്ന് പറയുന്നത് സ്വർഗീയ പഴം എന്ന വിശേഷണം ഈ പഴത്തിനുണ്ട്. ഈ ചെടിയുടെ പേരാണ് ഔഷധ തക്കാളി അല്ലെങ്കിൽ മണിത്തക്കാളി എന്നുള്ളത്. ഔഷധ തക്കാളി കർക്കിടകത്തിൽ പത്തിലെന്ന് പറയുന്ന ആ പത്തിലയിൽപ്പെട്ടതാണ് ഔഷധ തക്കാളി. ഇതിൻ്റെ ചെറിയൊരു തക്കാളി രൂപത്തിലൊരു കായാണ് ഉണ്ടാവുക. ഇത് ഭക്ഷ്യയോഗ്യമാണ്. ഇതിൻ്റെ ഇലയും തണ്ടുമൊക്കെ തന്നെ നമുക്ക് തോരനായിട്ട് ഉപയോഗിക്കാം. മൂലക്കുരു എന്നുള്ള ചികിത്സക്ക് ഒറ്റമൂലിയായിട്ട് പറയപ്പെടുന്ന ചെടി കൂടിയാണിത്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ മൂലക്കുരു സൂപ്പെടും. അതുപോലെ തന്നെ മോഷൻ അല്ലെ ശോധന നല്ലവണ്ണം ഉണ്ടാവും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ ചെടിയുടെ പേര് വെളുത്തുള്ളി എന്നാണ്. വെളുത്തുള്ളി ചെടി ഇതൊരു വള്ളിച്ചെടിയാണ്. ഇതിൻ്റെ ഇല നമ്മൾ പറിച്ച് മണപ്പിച്ചു കഴിഞ്ഞാൽ വെളുത്തുള്ളിയുടെ അതേ മണം ഉണ്ടാവുക. സാധാരണ പാമ്പിനെ അകറ്റാൻ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ വെളുത്തുള്ളി ചതച്ച് പാമ്പ് വരുന്ന സ്ഥലത്ത് തളിച്ചു കഴിഞ്ഞാൽ പാമ്പ് വരില്ല. അതുപോലെ തന്നെ ഈ ചെടി ഉള്ള സ്ഥലത്ത് ഇതിൻ്റെ മണം കൊണ്ട് പാമ്പ് ഈ ഭാഗത്ത് ദർശിക്കില്ല. അതുകൊണ്ടാണ്
ഇത് വെളുത്തുള്ളി ചെടി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പാമ്പിനെ കയറ്റാൻ ഏറ്റവും നല്ലൊരു ചെടി കൂടിയാണിത്. ഈ ചെടിയുടെ പേരാണ് കൈപ്പരഞ്ചി. ഈ ചെടിയുടെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഉഗ്രവിഷമുള്ള പാമ്പുകൾ, പ്രത്യേകിച്ച് മൂർക്കൻ, അണലി തുടങ്ങിയ പാമ്പുകൾ കടിച്ചു കഴിഞ്ഞാൽ ഈ കൈപ്പരഞ്ചി അരച്ചിട്ടാണ് അത് സുഖപ്പെടുത്തുന്നത്. പാമ്പ് കടിച്ചാൽ ഉടനെ തന്നെ ഈ ഇല പറിച്ച് നല്ലവണ്ണം ചതച്ച് കടിയുടെ ഭാഗത്ത് നന്നായി പുരട്ടുകയാണ് ചെയ്യുക. അതോടുകൂടി പാമ്പും വിഷം ഇല്ലാതാവും. ഈ ചെടിയുടെ പേരാണ് അയ്യമ്പന, നാഗവെത്തില, ശിവമൂലി, വിഷകണ്ഠൻ, മൃതസഞ്ജീവിനി, അങ്ങനെ 5 പേരിൽ അറിയപ്പെടുന്ന ചെടിയാണിത്. ഇത് പണ്ടുകാലത്ത് രാമായണം കഥയനുസരിച്ച് ശ്രീരാമൻ സീതയെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ലങ്കയിലെത്തുകയും ഘോരമായ യുദ്ധം നടന്ന സമയത്ത് ലക്ഷ്മണൻ ബോധം കെട്ട് വീഴുകയും ചെയ്തു. അപ്പോൾ വായുപുത്രനായ ഹനുമാനെ വിളിച്ച് ശ്രീരാമൻ ഈ ചെടി ഗുരുത്വാമലയിൽ പോയി കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും ഹനുമാൻ പോവുകയും ഇത് തെരഞ്ഞിട്ട് കാണാത്തത് കൊണ്ട് അദ്ദേഹം മല തന്നെ പൊരിച്ച് ശ്രീരാമൻ്റെ മുന്നിൽ കൊണ്ടുവെക്കുകയും എന്നിട്ട് ഇത് പറിച്ച് മണപ്പിച്ചാണ് ലക്ഷ്മണന് ബോധം തെളിഞ്ഞത്. അതുകൊണ്ടാണ് ഇതിന് മൃതസഞ്ജീവി എന്ന് പറയുന്നത്. ഇത് മരിച്ചയാളെ പോലും ജീവിപ്പിക്കാനുള്ള കഴിവ് ഈ ചെടിക്കുണ്ട്. മൂലക്കുരുവിൻ്റെ ഒറ്റമൂലിയാണിത്. മൂലക്കുരു ഉള്ളവരെന്ന് വെച്ചാൽ 21 ദിവസം ഇതിൻ്റെ 5 വീതം ഇല പശുവും പാലും കൂട്ടി കുടിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ മൂലക്കുരുവായാലും അല്ലെങ്കിൽ ഉദം പുറത്തേക്ക് തള്ളി ചോര വലിക്കുന്ന സന്ദർഭമായാലും തുടക്കത്തിലായാലും ഇത് കംപ്ലീറ്റ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ചെറിയ ജീവികൾ, വിഷമുള്ള ജീവികൾ കടിച്ചു കഴിഞ്ഞാൽ ഇത് കഴിച്ചിട്ട്, ഉദാഹരണത്തിന് ഉറുമ്പ്, അതുപോലെ തന്നെ തേനീച്ച, കടന്നൽ, പഴുതാര തുടങ്ങിയ സാധാരണ വിഷമുള്ള ജീവികളൊക്കെ തന്നെ കടിച്ചു കഴിഞ്ഞാൽ ഇത് പറിച്ച് ഉരക്കേ കൊണ്ടു പുരട്ടേ കൊണ്ടു അതോടുകൂടി ഈ അസുഖം മാറിക്കിട്ടും. ചക്കരക്കൊല്ലി അല്ലെങ്കിൽ മധുരം കൊല്ലി, നമ്മളിതിൻ്റെ ഇല പറിച്ച് വായിലിട്ട് ചവച്ച് ഇതിന് ശേഷം മധുരമുള്ള ലഡുവോ ജിലേബിയോ മറ്റോ തിന്നു കഴിഞ്ഞാൽ അതിന് മധുരം അനുഭവപ്പെടുകയില്ല. ഇത് പ്രമേഹം എന്ന സൂക്കേടിന് ഇതിൻ്റെ ഇല 2-3 ഇല ദിവസേന എടുത്ത് ചവച്ച് കഴിഞ്ഞാൽ പ്രമേഹം മാറിക്കിട്ടും, അല്ലെങ്കിൽ ഷുഗർ കംപ്ലൈൻറ്റ് കിട്ടുന്നതാണ്. കരിനൊച്ചി എന്ന് പറയുന്നത്, ഈ നൊച്ചി എന്നുള്ള ഈ ഔഷധ സസ്യം 3 തരത്തിലുണ്ട്. കരിനൊച്ചി, ആറ്റുനൊച്ചി, വെള്ളനൊച്ചി. ഈ കരിനൊച്ചിയാണ് ഏറ്റവും അധികം ഔഷധത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നത്. കരിനൊച്ചിയുടെ ഇല പറിച്ച് അരച്ച് ആവണക്കെണ്ണയുമായി ചേർത്ത് പുരട്ടിയാൽ നടുവേദന, സന്ധിവേദന തുടങ്ങിയ സൂക്കേട് പോവും. അതുപോലെ തന്നെ അപസ്മാരം ഉള്ള ആളുകൾക്ക് ഈ കരിനച്ചിയുടെ ഇലയുടെ നീര് പിഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് മൂക്കിൽ 2 തുള്ളി വീതം ദിവസേന ഉറ്റിക്കുകയാണെങ്കിൽ ഒരാഴ്ച സ്ഥിരമായി ഉറ്റിച്ചു കഴിഞ്ഞാൽ അപസ്മാരം മാറുകയും പിന്നീട് ഒരിക്കലും അവർക്ക് അപസ്മാരം വരികയുമില്ല. ആണ് കുപ്പമേനി അല്ലെങ്കിൽ പൂച്ചമയക്കി എന്ന് പറയുന്നത്. പൂച്ചമയക്കി എന്ന പേര് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ചെടി പറിച്ചെടുത്ത് പൂച്ചയുടെ മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ പൂച്ച മണം പിടിപ്പിക്കുകയും അതോടുകൂടി അവിടെ തന്നെ നിന്ന് ഇതിനെ കെട്ടിപ്പിടിച്ച് കളിക്കുകയാണ് ചെയ്യുക. പിന്നെ പൂച്ച എവിടെയും പോകില്ല. അതുകൊണ്ട് അതിനെ പൂച്ചമയക്കി എന്ന് പറയുന്നത്, പൂച്ചയെ മയക്കുന്നതാണത്. അതുപോലെ തന്നെ കുപ്പമേനി എന്ന് പറയാൻ കാരണം സാധാരണ ഈ ചെടി വളരുന്നത് അഴുക്ക് ചാലിനടുത്താണ്. കുപ്പക്ക് അലങ്കാരമായിട്ടുള്ളവൾ എന്ന അർത്ഥത്തിലാണ് കുപ്പമേനി എന്നുള്ള പദം ഇതിന് പ്രയോഗിക്കുന്നത്. ഇതിൻ്റെ പ്രധാന ഉപയോഗം എന്ന് പറഞ്ഞാൽ പിത്തസംബന്ധമായ സൂക്കേട് ഉണ്ടാകുമ്പോൾ സിദ്ധവൈദ്യന്മാരും ആയുർവേദ വൈദ്യന്മാരും ഒക്കെ ചെയ്യുന്നത് ഇതിൻ്റെ ഇല പറിച്ച് നെല്ലിക്കാ വലിപ്പത്തിൽ അരച്ചെടുത്ത് വായിലിട്ട് ഒരു വലിയ പാത്രത്തിൽ വെള്ളം കുടിപ്പിക്കും. അതോടുകൂടി രോഗി നിർത്താതെ ഛർദ്ദിക്കും. അതോടുകൂടി ശരീരത്തിൽ പിത്തങ്ങളൊക്കെ തന്നെ ഛർദ്ദിച്ച് പുറത്തേക്ക് പോകും. പിന്നീട് ചെറുനാരങ്ങ ഉപ്പും കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഛർദ്ദിയും. പിത്തസംബന്ധ രോഗത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഒരു ഔഷധ ചെടിയാണ് തിപ്പല്ലി. സാധാരണഗതിയിൽ 10 തരത്തിലുണ്ട്. ഉണ്ടത്തിപ്പല്ലി, നീർത്തിപ്പല്ലി എന്നൊക്കെ പറഞ്ഞ് 10 തരം തിപ്പല്ലികളുണ്ട്. ഈ തിപ്പല്ലി പറയാൻ പറ്റുക തിപ്പല്ലി ചേരാത്ത കഷായമില്ല എന്ന് പറയാം. യഥാർത്ഥത്തിൽ ഇത് കുരുമുളകിൻ്റെ
അനിജത്തിയാൻ തിപ്പല്ലി കുരുമുളക് വർഗത്തിൽപ്പെട്ടാണിത്. കുരുമുളക് വെള്ളിയായിട്ട് താങ്ങ് മരത്തുമേൽ ഉയരത്തിൽ പടരുമെങ്കിലും ഇത് ചെറിയ ദൂരത്തിൽ മാത്രമേ പടരുകയുള്ളൂ. കുരുമുളക് പോലെ തന്നെ ചെറിയൊരു കായാണ് ഉണ്ടാകുന്നത്. അത് മൂത്ത് കഴിഞ്ഞാൽ പറിച്ചെടുത്ത് വെയിലത്ത് വെച്ച് ഉണക്കി എടുക്കുന്നതാണ് തിപ്പല്ലി. തിപ്പല്ലി സാധാരണത്തിൽ എല്ലാ കഷായത്തിലും ലേഖ്യത്തിലും പോകും. തിപ്പല്ലി നമുക്ക് ദാഹശമനിയായിട്ടും ഉപയോഗിക്കാം. ഇത് ഉപയോഗിക്കുന്നതോടുകൂടി നമ്മുടെ കഫക്കെട്ട് പനി ഇതൊക്കെ ആകും. ത്രികടു സാധാരണ ജലദോഷം പനിയും വന്നു കഴിഞ്ഞാൽ ത്രികടു കഷായം വെച്ച് കുടിക്കാനാണ് പറയുക. ത്രികടു എന്ന് പറയുന്നത് ചുക്ക്, കുരുമുളക്, തിപ്പല്ലി ഈ മൂന്നും ചേർന്നാണ് ത്രികടു. ജലദോഷത്തിനും പനിക്കും ശമനത്തിന് വേണ്ടി തിപ്പല്ലി ഉപയോഗിക്കുന്നത്. എല്ലാവിധ ആയുർവേദ മരുന്നിലും തിപ്പല്ലി ഒരു ചേരുവയാണ്. ചെടിയുടെ പേര് വിഷമൂലി അല്ലെങ്കിൽ വിഷപ്പച്ച. ഇത് പാമ്പിൻ വിഷ അടക്കം എല്ലാവിധ ജീവികൾ കടിച്ചു കഴിഞ്ഞാലും കടിച്ച സ്ഥലത്ത് ഈ വിഷമൂലി അല്ലെങ്കിൽ വിഷപ്പച്ച എന്നുള്ള ചെറു സസ്യത്തിൻ്റെ ഇല അരച്ചിട്ട് കഴിഞ്ഞാൽ എല്ലാവിധ വിഷങ്ങളും മാറും. ഇത് നീല അമരി എന്ന് പറഞ്ഞൊരു ചെടിയാണ്. ഇതിൻ്റെ പ്രധാന ഉപയോഗം എന്ന് വെച്ചാൽ തലമുടി സമൃദ്ധിയായി വളരാൻ നീല അമരി ചേർത്ത് വെളിച്ചെണ്ണ കാച്ചി തേക്കാണ് ചെയ്യുക. നീലബൃങ്കാതി എന്ന് പറയുന്ന എണ്ണയുടെ പ്രധാന ചേരുവ ഈ നീല അമരിയാണ്. ഈ നീലമരി പതിവായി തേച്ച് കഴിഞ്ഞാൽ താരനില്ലാതെ പേനില്ലാതെ നല്ല കറുപ്പോടുകൂടി മുടി സമൃദ്ധിയായി വളരും. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ ചെടിയുടെ പേരാണ് തൊഴുകർണി അല്ലെങ്കിൽ രാമനാമ പച്ച. ഇംഗ്ലീഷിന് ഇത് ടെലഗ്രാഫ് ട്രീ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ചെടിക്ക് പരസ്പരം ആശയവിനിമയം ചെയ്യാൻ കഴിയുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഈ ചെടി വലിയൊരു പുണ്യവൃക്ഷമായിട്ടാണ് ഹിന്ദുക്കൾ കരുതുന്നത്. കാരണം ഇതിൻ്റെ മേലത്തെ ഇല പതിവായി കൂപ്പുകയും കൈകൂക്കുന്ന പോലെ കൂപ്പുകയും ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇതിന് തൊഴുകർണി എന്ന് പറയുന്നത്. തൊഴുതുകൊണ്ടിരിക്കും, അതാണ് തൊഴുകർണി. രാമനാമ പച്ച എന്നതിന് പേര് വരാൻ കാരണം എന്ന് വെച്ചാൽ ഈ ചെടി തൊഴുതുകൊണ്ട് ശ്രീരാമനെയാണ് പ്രാർത്ഥിക്കുന്നത് എന്നാണ് സങ്കല്പം. അതുകൊണ്ടാണ് ഇതിന് രാമനാമ പച്ച എന്ന് പറയുന്നത്. ഈ ചെടി സാധാരണഗതിയിൽ ആളുകൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ പ്രേത ഭൂത പിശാചുക്കൾ ശല്യം മാറാതിരിക്കാൻ ഉറുക്കിലാക്കിയിട്ട് തൊഴുകർണി കെട്ടാറുണ്ട്. അതേസമയം മാനസിക അസ്വാസ്ഥ്യത്തിനും പ്രമേഹത്തിനും ക്യാൻസറിനും ഒക്കെ ചികിത്സയ്ക്ക് വേണ്ടിയും ഈ തൊടുകർണി അല്ലെങ്കിൽ രാമനാമ പച്ച ഉപയോഗിക്കുന്നുണ്ട്. ഇത് മുഞ്ഞ എന്ന് പറഞ്ഞൊരു ചെടിയാണ്. മുഞ്ഞ 2-3 തരത്തിലുണ്ട്. ഒന്ന് കണ്ടൽ മുഞ്ഞ എന്ന് പറഞ്ഞിട്ട് പുഴയോരത്തുണ്ട്, പിന്നെ കോഴി മുഞ്ഞ എന്ന് പറഞ്ഞിട്ട് മറ്റൊന്നുണ്ട്. ഇത് നാട്ടിൽ കാണുന്ന മുഞ്ഞ എന്ന് പറഞ്ഞ ചെടിയാണ്. ചെറിയൊരു ഇടത്തരം സസ്യമാണ് ഇത്. ഇത് ദശമൂലാരിഷ്ടത്തിലെ പ്രധാന ചേരുവയാണ് ഈ മുഞ്ഞ. ദശമൂലാരിഷ്ടത്തിൽ ഈ മുഞ്ഞി അടക്കം 10 ഔഷധ ചെടികളുടെ വേരുകളാണ് ചേർത്ത് ദശമൂലാരിഷ്ടം ഉണ്ടാക്കുന്നത്. അതിൽ പ്രധാന ചേരുവയാണിത്. നമുക്കിത് ഭക്ഷ്യയോഗ്യമായിട്ട് ചക്കയും സാമ്പാറൊക്കെ മുക്ക വെക്കുമ്പോൾ ഇതിൻ്റെ ഇല പറിച്ച് ഇടാറുണ്ട്. നല്ല രുചിയും മണവും നമ്മുടെ ഭക്ഷ്യസാധനത്തിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയും കൂടി ഇതിന് കഴിയും. കഫക്കെട്ട്, ജലദോഷം, പനി എന്നിവയൊക്കെ മാറ്റാനും ഈ മുഞ്ഞക്ക് കഴിയും.